പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സംഖ്യയുടെ പുസ്തകം 1, 2 അധ്യായങ്ങളാണ്. അധ്യായം 1, ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20-ഉം അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷെദയൂറിന്റെ പുത്രൻ എലിസൂർ, ഷെമയോനിൽ നിന്ന് സുരിഷിദായുടെ പുത്രൻ ഷെലൂമിയേൽ, യൂദായിൽ നിന്ന് അമിനദാബിന്റെ പുത്രൻ നഖ്ഷോൻ, ഇസാക്കറിൽ നിന്ന് സുവാറിന്റെ പുത്രൻ നെത്താനേൽ, സെബുലൂണിൽ നിന്ന് ഹെലോനിന്റെ പുത്രൻ എലിയാബ്, ജോസഫിന്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ, പെദക്സൂറിന്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനിൽ നിന്ന് ഗിദയോനിന്റെ പുത്രൻ അബിദാൻ, ദാനിൽ നിന്ന് അമിഷ്ദായുടെ പുത്രൻ അഹിയേസർ, ആഷേറിൽ നിന്ന് ഒക്രാന്റെ പുത്രൻ പഗിയേൽ, ഗാദിൽ നിന്ന് റെഗുവേലിന്റെ പുത്രൻ എലിയാസാഫ്, നഫ്താലിയിൽ നിന്ന് ഏദാനിന്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിന്റെ നേതാക്കന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20-ഉം അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു. ഇസ്രായേലിന്റെ ആദിജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 46,500. ശിമിയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസാക്കറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും
യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രായിമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 40,500 30,200. ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400. ദാനിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 60,700. ആഷേറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രമായി 20 അതിനുമേലും വയസ്സുപ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 6,03,550 ആയിരുന്നു. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽ പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുൾ ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേലരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിനു ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. അധ്യായം 2. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമ്മീനാദാബിന്റെ മകൻ നക്ഷോന്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യൻ ഉദിക്കുന്ന കിഴക്കുദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സുവാറിന്റെ മകൻ നെത്താനേലിന്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിന്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷെദയൂറിന്റെ മകൻ എലിസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കുഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരിഷദായിയുടെ പുത്രൻ ഷെലൂമിയേലിന്റെ നേതൃത്വത്തിലുള്ള ശിമയോൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റെവുവേലിന്റെ പുത്രൻ എലിയാസാഫിന്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവന്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ
1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമായുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവന്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദഹ്സൂറിന്റെ പുത്രൻ ഗമാലിയേലിന്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 32,200 പേർ. അതിനപ്പുറം ഗിദയോനിയുടെ പുത്രൻ അബിദാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിൽ ആകെ 1,80,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കു ഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 60,700 പേർ. അതിനടുത്ത് ഒക്രാന്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാന്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം. അവന്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിന്റെ പാളയത്തിൽ ആകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമം അനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിൽ ഉണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു.